കേരളത്തിൽ CPM-നെതിരെ UDF വലിയ മുന്നേറ്റം നടത്തി. പക്ഷേ അതിനെയൊക്കെ കവച്ചു വെക്കുന്നതാണ് BJP നടത്തിയ നീക്കം. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. പക്ഷേ ഇതുകൊണ്ട് BJP വലിയൊരു നേട്ടത്തിലേക്ക് വരുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ മുൻതൂക്കം ഉണ്ടാകുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കാൻ മാത്രമുള്ള വിജയമാണോ? മതിമറന്ന് ആഹ്ലാദിക്കാൻ മാത്രം ഒന്നുമില്ല ഇത്തവണത്തെ ഈ വിജയത്തിൽ. എന്താണെന്ന് വെച്ചാൽ UDF-ലെ കോൺഗ്രസിനേക്കാളും ഈ LDF-ലെ CPM-നേക്കാളും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു BJP-ക്ക്. എന്നിട്ടും 300 പേരെയാണ് കൂടുതൽ കഴിഞ്ഞ തവണത്തേക്കാൾ. 1600 പേര് കഴിഞ്ഞ തവണ ജയിച്ചിരുന്നെങ്കിൽ ഇത്തവണ 1900 പേര്. ഇത്രയും പേരെ കൂടുതലായിട്ട് നിർത്തിയിട്ടും 300 പേരെയാണ് കൂടുതലായിട്ട് ജയിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. ഇതിനേക്കാൾ കഷ്ടം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നോക്കിക്കഴിഞ്ഞാൽ 11 നിയമസഭാ സീറ്റിൽ 1ാം സ്ഥാനത്ത് എത്തിയിരുന്നു BJP. ഇത്തവണത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2 നിയമസഭാ സീറ്റിൽ മാത്രമാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്, നേമത്തും വട്ടിയൂർക്കാവിലും. അതാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്തുള്ള 2 സീറ്റില് കോർപ്പറേഷൻ പിടിച്ച വലിയൊരു മുന്നേറ്റം ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെ 2 നിയമസഭാ സീറ്റിൽ മാത്രം ഇങ്ങനെ കേരളം ആകെ അങ്ങനെയാണ്. 1919 വാർഡുകളിലാണ് BJP ജയിച്ചിരിക്കുന്നത്. 1919 ആകെ കേരളത്തിൽ. 2020 ഇത് 1597 ആയിരുന്നു. പക്ഷെ അന്ന് ഇത്രയും സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ UDF ഇന്നത്തെ നിലയിൽ 2 നിയമസഭാ സീറ്റാണ് BJP-ക്ക് കിട്ടുക എന്ന് പറഞ്ഞല്ലോ. UDF-ന് 80 സീറ്റ്, LDF-ന് 58 സീറ്റ്. അങ്ങനെയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നില. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 112 സീറ്റൊക്കെ UDF-ന് എന്നുള്ള മട്ടിലുള്ള വലിയ വിജയമായിരുന്നു കേട്ടോ UDF-ന്. അത് കുറഞ്ഞിരിക്കുകയാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ 2-2 നമ്മളത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 26 ഗ്രാമപഞ്ചായത്താണ് BJP-ക്ക് കിട്ടിയിരിക്കുന്നത്. 2020 അത് 19 എന്ന് പറഞ്ഞാൽ 7ന്റെ ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. നോമിനൽ ഇൻക്രീസ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് BJP-ആണ്. 19,262 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. കോൺഗ്രസിൽ 17,497 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. CPM-ൽ 14,802 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് അതിന് തക്ക വിജയം BJP-ക്ക് ഉണ്ടായിട്ടില്ല. അതെ. അപ്പോ പെർസെൻറ്റേജ് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ പെർസെൻറ്റേജിലും വലിയ ഇൻക്രീസ് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം കൂടുതൽ സ്ഥാനാർത്ഥികൾ നിന്നിട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയ 14-15% ഉണ്ടല്ലോ, അതിൽ തന്നെയൊക്കെ സ്റ്റിക്കോ ചെയ്യുള്ളൂ. തിരുവനന്തപുരം, പാലക്കാട്, തൃപ്പൂണിത്തുറ ഒഴിച്ച് ഈ കൂടുതൽ വാർഡ് കിട്ടിയിട്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. കാരണം ഒരു സ്ഥലം മൊത്തത്തിൽ പിടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നില്ല. കാരണം കേരളം മുഴുവൻ പടർന്നു കിടക്കുകയാണ്. 2 വാർഡ്, 3 വാർഡ്, 4 വാർഡ്. പക്ഷെ അതൊരു പോസിറ്റീവ് കാര്യം കൂടെ. എല്ലായിടത്തും സാന്നിധ്യം അറിയിച്ച് വിജയിച്ച് വരുന്നു എന്നുള്ളതൊരു പോസിറ്റീവ് അല്ലേ? ഇത്രയും സ്ഥാനാർത്ഥികളെ നിർത്തിയത് തന്നെ പോസിറ്റീവാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. 1900 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കിട്ടിയത് പോസിറ്റീവാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് വാദിക്കുന്ന BJP-ക്കാരും RSS-കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം BJP ഒരു ഇൻക്ലൂസീവ് പാർട്ടി ആയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അപ്പൊ അതങ്ങനെ വേണം. എപ്പോഴും ഇൻക്ലൂസിവിറ്റി വേണം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇൻക്ലൂസിവിറ്റി ഉണ്ടോ? ഇല്ല. അങ്ങനെയല്ലല്ലോ BJP-യും RSS-ഉം പോകേണ്ടത്. അപ്പൊ പല മേഖലകളിൽ പടർന്ന വിജയമാണ് ഈ വിജയം എന്ന് പറയുന്നത്. ഈ തൃപ്പൂണിത്തുറയും പാലക്കാടും തിരുവനന്തപുരം മാത്രമാണല്ലോ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കിട്ടിയിരിക്കുന്നത്. പൊതുവെ വിജയം നഗര പട്ടണ കേന്ദ്രങ്ങളിലൊക്കെ ആണ് എന്നുള്ളതും കാണാം. ഇനി കണ്ണു തുറപ്പിക്കേണ്ട ഒരു വാസ്തവം കൂടി പറയാം. സഖ്യകക്ഷിയാണല്ലോ BDJS. BDJS-ന് ആകെ കിട്ടിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 5 വാർഡ് മാത്രമാണ്. അതിൽ തന്നെ 4 പഞ്ചായത്ത് വാർഡുകളാണ്. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും BDJS-നെ കൊണ്ടില്ല.
എന്നുള്ളതാണ് വാസ്തവം. 93 കോർപ്പറേഷൻ വാർഡുകൾ പിടിച്ചിട്ടുണ്ട് BJP ആകെ. അതിൽ 50 എണ്ണോ തിരുവനന്തപുരത്താണ്. ബാക്കി 42 പലയിടത്ത് പടർന്ന് കിട്ടിയിരിക്കുന്നത്. 346 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ ഒരെണ്ണത്തിലും ഈ ജില്ലാ പഞ്ചായത്ത് വാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നിലും BJPക്ക് ഈ മുന്നേറ്റമില്ല. ആ പഞ്ചായത്തുകളിലൊന്നും ടോട്ടൽ എടുക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിലാണ്. ഇനി 2 ദിവസം കഴിഞ്ഞില്ലേ, സത്യം പറയാമല്ലോ, ജില്ലാ പഞ്ചായത്തിലാണ് രാഷ്ട്രീയ വോട്ട് വരുന്നത്. തിരുവനന്തപുരം ഒഴിച്ച് ഒരു ജില്ലാ പഞ്ചായത്തിലും BJPക്ക് മുന്നേറ്റമില്ല. ജില്ലാ പഞ്ചായത്തിലാണ് രാഷ്ട്രീയ വോട്ട് നോക്കുമ്പോ ജില്ലാ പഞ്ചായത്താണല്ലോ രാഷ്ട്രീയ വോട്ട് വരുന്നത്. അത് പാതി എന്ന് പറഞ്ഞിട്ട് UDFും LDFും നിൽക്കുകയല്ലേ. BJPക്ക് തിരുവനന്തപുരം ഒഴിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നേറ്റമില്ല. അപ്പൊ രാഷ്ട്രീയ വോട്ട് നമ്മൾ നോക്കുമ്പോൾ അതാണ് നിയമസഭാ സീറ്റുകളിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യാതിരിക്കുന്നത്. ആ രാഷ്ട്രീയ വോട്ട് വന്നിട്ടില്ല. 324 മുനിസിപ്പൽ വാർഡ് കിട്ടി, ഒന്നിലും ഭൂരിപക്ഷം ഇല്ല. തൃപ്പൂണിത്തുറ 21, BJP, CPM 20. CPM-ഉം കോൺഗ്രസും കൂടി ചേർന്നാൽ അവിടെ കിട്ടില്ല. അത് തന്നെയാണ് പാലക്കാട്ടെ സ്ഥിതി. പാലക്കാട്ടും പിന്നോട്ട് പോവാണല്ലോ ചെയ്തത്, കഴിഞ്ഞ ഓണത്തെക്കാളും പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഭരണവിരുദ്ധ വികാരം BJPക്കെതിരെ ഉണ്ടായി പാലക്കാട് എന്നർത്ഥം. അല്ലാതെ തൊഴുത്തിൽ കുത്തുമൊക്കെ ഉണ്ട്, ശശിധരനൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പോ പാലക്കാട് 53-ൽ 25, അത് മുമ്പ് 28ആയിരുന്നു, 3 സീറ്റ് കുറഞ്ഞു. അപ്പൊ ഒരു ദശകമായി ഭരണത്തിലിരിക്കുന്നതിന്റെ വിരുദ്ധ വികാരവും തൊഴുത്തിൽ കുത്തും എല്ലാം കൂടി അവിടെ ഉണ്ട്. UDFില് കോൺഗ്രസിന് 7816 വാർഡ് കിട്ടി. CPM-ന് 7454 വാർഡ് കിട്ടി. മുസ്ലിം ലീഗിന് 2844 വാർഡ് കിട്ടി. CPIക്ക് 1018. ഒരു നാഷണൽ ചാനലിനോ മറ്റോ കൊടുത്ത ഇന്റർവ്യൂ ഉണ്ട് ബിനോയ് വിശ്വത്തിന്റെ. ശബരിമലയാണ് ചതിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബിനോയ് വിശ്വം. അത്രയും തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, 4 കോർപ്പറേഷൻ, UDF, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഒക്കെ ഇങ്ങനെ കിടക്കുന്നു. LDF 5 കോർപ്പറേഷനിൽ നിന്ന് 1 ചുരുങ്ങി. കോഴിക്കോട് മാത്രമായിട്ട് ചുരുങ്ങി. തിരുവനന്തപുരത്ത് 45 വർഷം ഉണ്ടായിരുന്നത് പോയി. ഇതാണ് ശരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ മൈക്ക് മാഷിന് കൈമാറും. തീർച്ചയായിട്ടും ഇത് 20-ൽ നിന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു അത്ഭുതം, ദേശീയ തലത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു മുന്നേറ്റം BJPക്കാണ് ഉണ്ടായത് എന്ന് നമ്മൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തിയതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയമാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ മാജിക് കേരളത്തിൽ ഒരു വാചകം കൂടി പറഞ്ഞേക്കാം. മോദി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് പിന്നെ പറഞ്ഞത്. അദ്ദേഹം 3 ട്വീറ്റൊക്കെ ആദ്യം തന്നെ നടത്തിയിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം അഹമ്മദാബാദ് കോർപ്പറേഷനാണ് പിടിച്ചത്, പിന്നെയാണ് മൊത്തം ഗുജറാത്ത് പിടിച്ചത് എന്ന് പറഞ്ഞു. അതൊരു സൂചനയാണ്, അവരുടെ രീതിയാണ്. പക്ഷേ അത് ഒരു ഗുജറാത്ത് പ്ലാൻ പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വർക്കബിൾ ആണോ അതല്ല, അതിനകത്ത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇൻക്ലൂസീവായ ഒരു പുതിയ അജണ്ടയിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ അവർ ആലോചിക്കേണ്ടതുണ്ട്. കേരളമല്ല ഗുജറാത്ത് അല്ല കേരളം, ആക്കുക എളുപ്പമല്ല ഒന്ന്. പിന്നെ സാറ് പറഞ്ഞ ഇതിലിപ്പോൾ കൃത്യമായൊരു കണക്ക് ഇപ്പോഴാണ് വന്നത്, അത് വളരെ ശരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതേ ഫ്ലോറിൽ നമ്മൾ വിലയിരുത്തിയതാണ്. 20 മണ്ഡലങ്ങളിൽ അന്ന് BJPക്ക് സാധ്യത ഉണ്ടായിരുന്നു. 11 സീറ്റിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിരുന്നു, 9 സീറ്റിൽ 2-ാം സ്ഥാനത്ത് വന്നിരുന്നു. സാർ ഓർക്കുന്നില്ലേ? അതാണ് ആ 20-ൽ നിന്നാണ് ഇപ്പൊ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പതനത്തിലേക്കാണ് BJP വന്നിരിക്കുന്നത്. വളർച്ച പുറകോട്ടാണെന്ന് സാർ സൂചിപ്പിക്കുന്നത് 2 മണ്ഡലത്തിൽ മാത്രം. അത് തീർച്ചയായിട്ടും സാധ്യതയും കാണാനുണ്ട്. ഒന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിലെ ഈ മുരളീധരൻ ഗിമ്മിക്ക് ഉണ്ടല്ലോ, അത് ഏതാണ്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് തന്നെ മടുത്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അപ്പുറത്ത് ഇദ്ദേഹമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോ മൊത്തത്തിൽ പോസിറ്റീവ് ആണെന്ന് പറയാം. എന്താന്ന് വെച്ചാൽ നിയമസഭയിൽ ഒറ്റ സീറ്റും ഇല്ലാതിരിക്കുമ്പോ 2 സീറ്റ് കിട്ടും. അല്ല, ആ 2 സീറ്റ് അല്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാള് ലോക്സഭയിലേക്ക് കാണിച്ചൊരു പെർഫോമൻസ് വെച്ച് 2 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈസിയുമാണെന്ന് ഞാൻ പറയും. ഒന്ന് ശിവൻകുട്ടിയാണ്, 2 മുരളിയാണ്. അവരുണ്ടാക്കിയ ആന്റി ഇൻക്യുംബൻസി ഉണ്ട്, ഭീകരാണ്, മടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക്. അതും ഒരു സാധ്യതയുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഈ കണക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
BJP ഒരിക്കൽ അധികാരത്തിലെത്തിയാൽ അത് നിലനിർത്തുകയല്ല, അത് തകർക്കളയുകയാണ്, പുറകോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു അപകടമായിട്ട് ഞാൻ കാണുന്നത്, കേരളം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് UDF-നും LDF-നും ബദലായി ഒരു രാഷ്ട്രീയ സംസ്കാരം. അത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് വേണം കരുതാൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട്ടെ പുറകോട്ടടി. 28-ൽ നിന്ന് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത 25-ലേക്ക് വന്നു. ഭരിക്കണമെങ്കിൽ 27 വേണം. അതിപ്പോൾ പലരെയും കാല് പിടിക്കാൻ, അല്ലെങ്കിൽ അപ്പുറത്ത് അവിടെ UDF ഒരു വലിയ സാമ്പാർ മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പാലക്കാടിന്റെ കാര്യം തൃശങ്കൂലാണ്. കയ്യിലുണ്ടായിരുന്ന സുരക്ഷിതമായിരുന്ന, സാംസ്കാരികമായിട്ട് തന്നെ അവർക്ക് വലിയ ആഴമുണ്ടായിരുന്ന പന്തളം കളഞ്ഞു. പന്തളം കളഞ്ഞിട്ടാണ് തൃപ്പൂണിത്തുറ കിട്ടുന്നത്. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. വേറൊന്ന്, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ എന്ത് സംഭവിച്ചു? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ജയിക്കുന്ന, ഇപ്പോൾ റിസൾട്ട് വരുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ നമ്മൾ ആ മാറ്റം കണ്ടതാണ്. പക്ഷെ ആ മാറ്റം അതിവേഗത്തിലാണ് പുറകോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു ചിത്രം എടുത്ത് നോക്കൂ. ഒരൊറ്റ കാര്യം സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് കേട്ട ഏറ്റവും സന്തോഷകരമായ വാർത്ത, സന്തോഷം എന്ന് തന്നെ ഞാൻ പറയട്ടെ, വേറൊന്നുകൊണ്ടല്ല. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. മുംതാസ് വഹാബ് എന്നാണ് അവര്. മുംതാസ് വഹാബ് എന്ന മുസ്ലിം പെണ്ണാണ്, മുസ്ലിം സ്ത്രീയാണ്. അവർ മത്സരിക്കാൻ ആർജവം കാണിച്ചു, തന്റെ ഇടം കാണിച്ചു. അവരെ സ്വീകരിക്കാൻ തൃശ്ശൂരും തയ്യാറായി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു പുതിയ മാതൃകയാണ്. അത് BJPക്കും പാഠമാണ്. മാറ്റത്തിന് കുറച്ചൊക്കെ വഴങ്ങുന്നുണ്ട്, ഉപയോഗപ്പെടുത്തും. ഞാൻ പറഞ്ഞു BJP ആ പാഠം പഠിക്കണം. സാറ് പറഞ്ഞൊരു വാക്ക് ഞാൻ ആവർത്തിച്ച് BJPക്കാരും പഠിക്കേണ്ടതാണ്. ഇൻക്ലൂസീവ് ആകുക. ഇപ്പൊ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂട്ടി ക്രമേണ ആ കമ്മ്യൂണിറ്റിക്ക് അവർ സ്വീകാര്യമായി തീരുമായിരിക്കും. ഇതിനേക്കാൾ വിരോധം മുസ്ലിങ്ങൾക്കായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം വളരെ പ്രകടമാണ്. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ തൽക്കാലം നമ്മൾ ഈ 20-ന്റെ കണക്കൊക്കെ തെറ്റാണ് എന്ന് തന്നെ വേണം കണക്കാക്കാൻ. മാത്രമല്ല, ഇനിയൊന്നും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയവുമില്ല BJPക്ക്, കയ്യിൽ ഭരണവുമില്ല. ആ സമയത്ത് ഇപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു രീതി അനുസരിച്ച് 2 സീറ്റുകളിൽ ഉന്നം വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ 2 MLA-മാരെയെങ്കിലും സുരക്ഷിതമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റു മണ്ഡലങ്ങളിൽ ഒരു ഈ തത്തുല്യമല്ലെങ്കിലും ദീർഘകാലത്തെ ഒരു പ്ലാൻ തയ്യാറാക്കുകയുമായിരിക്കും നന്നാവുക. പക്ഷേ ഈ താഴെത്തട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ പലയിടത്തും BJP കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നു. അവർക്ക് ഒന്നും നേട്ടം കൈവരിക്കാൻ കഴിയില്ല. ഇപ്പോൾ 1, 2, 3 സീറ്റുകൾ വരെ വാർഡ് തലത്തിൽ BJPക്ക് നേടാൻ കഴിഞ്ഞത് അവിടെയുള്ള പ്രവർത്തകരിൽ ഒരു പുതിയ ഊർജ്ജം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം കൃത്യമായിട്ട് മേലിലേക്ക് വന്നാൽ മാത്രമേ ഓരോ പാർട്ടിക്കും വിജയം നേടാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ഉണർവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ രീതിയിലും എല്ലായിടത്തും ഒരുപോലെ, അല്ലെങ്കിൽ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ പന്തളത്തെ പ്രശ്നം, അതുപോലെ തന്നെ പാലക്കാട് പ്രശ്നം, ഇതൊക്കെ തന്നെ പാർട്ടിയുടെ നേതൃത്വം ഇനി ഇരുത്തി ചിന്തിക്കേണ്ടതാണ്, ജില്ലാ നേതൃത്വം അടക്കം. പക്ഷേ ഇവിടെ നോക്കൂ, തൃപ്പൂണിത്തുറയിൽ അത് പിടിച്ചെടുത്തു. കാരണം അത് പിടിച്ചെടുക്കും കഴിഞ്ഞ തവണ മുതലേ ഉള്ള ഒരു നീക്കമായിരുന്നു. തിരുവനന്തപുരത്ത് ഇതേ നീക്കമായിരുന്നു, അത് വിജയിച്ചു. അപ്പോൾ എവിടെയാണോ പാളിച്ചകൾ, ആ പാളിച്ചകളൊക്കെ പരിഹരിക്കാൻ ഒരു പ്രൊഫഷണൽ സമീപനമുള്ള രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അധ്യക്ഷന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? ഇതിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ അറിയോ, ഈ ശബരിമല പോലത്തെ വലിയ വിശ്വാസ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ഈ പന്തളത്ത് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഈ അത്തരം വിഷയങ്ങള് രാഷ്ട്രീയമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യത്തക്ക വിധത്തിലൊരു പ്രവർത്തനം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. 2, BJP എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കിട്ടുന്നത് UDF-നാണ്. BJP എത്ര കത്തിച്ചാലും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഷ്പക്ഷ വോട്ടർമാരാണല്ലോ സ്വിംഗ് ഉണ്ടാക്കുന്നത്, സംഗതി മാറ്റുന്നത്. 2%, 3% ആയിരിക്കും നിഷ്പക്ഷ വോട്ടർമാര്. നിഷ്പക്ഷ വോട്ടർമാരെ കേരളത്തിൽ പിണറായി വിജയൻ ഇല്ലാതാക്കി. അങ്ങനെ ഒരു ധ്രുവീകരണം അങ്ങേര് കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു എന്നറിയാമോ? ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നിഷ്പക്ഷരും കൂടി ശരിക്കും പക്ഷത്തോളം അങ്ങ് തീർന്നിട്ട് UDF-ന്റെ കൂടെ അങ്ങ് ചേരുകയാണ്. BJPക്ക് ചേരാൻ മാത്രം അവർ രാഷ്ട്രീയമായ ബോധം അവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവര് UDF-ന് കൊണ്ട് ചേരുകയാണ്. പക്ഷെ അവര് ധ്രുവീകരിച്ച് CPM-ൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി എളുപ്പമാണ് അടുത്ത പ്രോസസ്സ്. അത് ഗുജറാത്തിലൊക്കെ സംഭവിച്ച പോലെ ഈ കോൺഗ്രസ് മൊത്തം പടലയായിട്ട് BJP ആയിട്ടൊക്കെ മാറണമല്ലോ. ആ പ്രോസസ്സിലേക്ക് വരാനുണ്ട്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് കേരളത്തിൽ നടന്നിട്ടില്ല. അതാണ് രാഷ്ട്രീയ വോട്ടായിട്ട് കിട്ടിയിട്ടില്ല. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.